മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൊഡ്യൂളുകളും അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഓരോ മൊഡ്യൂളും അതിൻ്റെ ടോപ്പിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് കവർ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ മൊഡ്യൂൾസിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ ഇതാണ്. അതായത് കൊളോയിഡ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. കൊളോയിഡ്സിലെ ഡെഫിനിഷൻ പഠിക്കണം, പ്രോപ്പർട്ടീസ് പഠിക്കണം, അതിനോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, കെമിക്കൽസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊളോയിഡ്സ് ആണ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. പിന്നെ ഈ കെമിക്കൽസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ നോക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം നമുക്ക് എന്താണ് കൊളോയിഡ്സ് എന്ന് നോക്കാം. നമുക്ക് 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ കൊളോയിഡ്സ് മാത്രമേ നമ്മുടെ അടുത്ത് എടുത്ത് പറയുന്നുള്ളൂ എങ്കിലും ആ 3 ടൈപ്പ് സൊല്യൂഷൻസിനെ പറ്റി ആദ്യം സംസാരിക്കാം. നമുക്ക് മൊത്തം 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് വരുന്നത്. ഒന്ന് ട്രൂ സൊല്യൂഷൻ ആണ്, ട്രൂ സൊല്യൂഷൻ. ഓക്കെ, ആ പേരിൽ തന്നെയുണ്ട് ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ അല്ലേ. രണ്ടാമത്തത് കൊളോയിഡ് ആണ്, കൊളോയിഡ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ആള് സസ്പെൻഷൻ ആണ്, സസ്പെൻഷൻ. ഇങ്ങനെ 3 ടൈപ്പ് ആൾക്കാരാണ് സൊല്യൂഷനകത്തുള്ളത്. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. എന്താണ് ട്രൂ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനെ കാട്ടിയും കുറവായിട്ടുള്ള സൊല്യൂഷൻ. അതായത് അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് 1 നാനോമീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁹ മീറ്റർ ആണ്. 10⁻⁹ മീറ്റർ. അതായത് 1 മീറ്ററിനെ 10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത്രയും ചെറുത്. 1 മീറ്ററിനെ 10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 0.1 2 3 4 5 6 7 8 9. ഇതാണ് 1 നാനോമീറ്റർ. 0.10⁻⁹ മീറ്റർ. ഇത്രയും ചെറുത് പാർട്ടിക്കിൾ സൈസ്. ഇപ്പൊ കണ്ണുകൾ കൊണ്ട് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അത്രയും ചെറുതായിട്ടുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ട്രൂ സൊല്യൂഷൻ. പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. ഇതിനെയാണ് നിങ്ങൾ ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് കൊളോയിഡ് ആണ്. കൊളോയിഡ് പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ സസ്പെൻഷനിലോട്ട് പോകും. സസ്പെൻഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. ഓക്കെ, അതായത് 10⁻⁹ ഇൻറ്റു 10⁻³ 10⁻³ അല്ലേ 1000, ഏകദേശം 10⁻⁻6 മീറ്റർ. 10⁻⁻6 മീറ്റർ അല്ലേ. ഇതിനെയാണ് നിങ്ങൾ എന്താന്ന് വിളിക്കുന്നത്? നമ്മളുടെ സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത്. ആ സസ്പെൻഷനെ നമുക്ക് കണ്ണുകൾ കൊണ്ട് ഏകദേശം കാണാൻ പറ്റും. ഇതിന് രണ്ടിനും ഇടയ്ക്ക്, അതായത് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്നവരെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ മറ്റേ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് പഠിക്കുമ്പോഴത്തേക്ക് സോളിഡിനും ഗ്യാസിനും ഇടയ്ക്ക് പ്രോപ്പർട്ടീസ് വരുന്ന ആൾക്കാരാണ് നമ്മളുടെ ലിക്വിഡ്സ്. അതേ കണക്ക് ട്രൂ സൊല്യൂഷന്റെയും സസ്പെൻഷന്റെ ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ട്രൂ സൊല്യൂഷൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. സാൾട്ട് സൊല്യൂഷൻ, ഉപ്പുവെള്ളം. നമ്മൾ ഉപ്പെടുത്ത് വെള്ളത്തിനകത്ത് ഒഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഉപ്പും വെള്ളവും തമ്മിൽ മിക്സ് ആവുന്നു. നമുക്ക് അതിനകത്ത് ഉപ്പിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ ഉപ്പിന്റെ എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഉപ്പ് അതിനകത്ത് ഡിസോൾവ് ചെയ്യുക ചെയ്യുന്നത്. ആ സൊല്യൂഷനെയാണ് നിങ്ങൾ ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനില്ല, എന്നാലും നമുക്ക് പറയാം ഹോമോജീനിയസ് ആണ്. ശരിയല്ലേ? ഹോമോജീനിയസ്. എന്താ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് സെയിം കോമ്പോസിഷൻ ആയിരിക്കും അല്ലേ, എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ഹോമോജീനിയസ് എന്ന് വിളിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും ഹോമോജീനിയസ് ആണ്. സസ്പെൻഷൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഏതാ? മഡ് വാട്ടർ, ചെളി വെള്ളം. അതിനകത്ത് ചെളിയെയും വെള്ളത്തെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കണ്ണുകൾ കൊണ്ട്. ശരിയല്ലേ? അത് മാത്രമല്ല അവർ ഹെട്രോജീനിയസ് ആണ് അല്ലെ. ചെളിവെള്ളം എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ആണോ? അല്ല. എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ ആണോ? അല്ല. അവരാരാ? ഹെട്രോജീനിയസ് ആണ്. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് കൊളോയിഡ്. കൊളോയിഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. മിൽക്ക്, ജെല്ലി, ഫോം, അങ്ങനെ ഒരുപാട് കൊളോയിഡ്സ് ഉണ്ട്. നമ്മളുടെ മയോണൈസ്, ഇതെല്ലാം കൊളോയിഡ്സ് ആണ് അല്ലെ. ഇവര് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ് പാർട്ടിക്കിൾ സൈസ് വരുന്ന. അതേ കണക്ക് തന്നെ നിങ്ങൾ പറയേണ്ടത് ഇവരും ഹെട്രോജീനിയസ് ആണ്, ഹെട്രോജീനിയസ് ആണ്. ഇനി സസ്പെൻഷൻ, ചെളിവെള്ളം നിങ്ങൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അവർ സെറ്റിൽ ഡൗൺ ചെയ്യും. ശരിയല്ലേ? നമ്മുടെ ചെളിവെള്ളത്തെ കുറേ നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചെളി താഴെയും വെള്ളം മുകളിലും ആവും. പക്ഷെ എന്നാലും വെള്ളം ക്ലിയർ ആകത്തൊന്നുമില്ല. എന്നാലും നമുക്ക് അടിയും
അടിയുന്ന കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. അപ്പൊ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ആൾക്കാരാണ് സസ്പെൻഷൻ. കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ആൾക്കാരും സസ്പെൻഷനാണ് പാർട്ടിക്കിൾസിനെ. പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് അല്ല, രണ്ടുപേരും നമുക്ക് സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തൊന്നുമില്ല. അതല്ല, ചെളി, വെള്ളം രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റും. അല്ല, വെള്ളത്തിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, ആ ഉണ്ടായിരിക്കുന്ന രണ്ട് കമ്പോണന്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ സാൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു, ഉപ്പുവെള്ളം കൊണ്ടുപോയി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് ഉപ്പുവെള്ളമാണെന്ന്? പറ്റത്തില്ല. ഉപ്പും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ചെളി വെള്ളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെളിയും വെള്ളമാണെന്ന്. അതാണ് ആ വ്യത്യാസം. അല്ലാതെ പാർട്ടിക്കിൾസ് കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് ചെളിയിലെ പാർട്ടിക്കിൾസിനെയും വെള്ളത്തിലെ പാർട്ടിക്കിൾസിനെയും കാണാൻ പറ്റുമെന്നല്ല. ചെളിയും വെള്ളവും സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇനി സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലേ. എന്നാൽ ട്രൂ സൊല്യൂഷനോ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. പഞ്ചസാര വെള്ളം കുറേ നേരം നിങ്ങൾ വെച്ചേക്കാണ്, പഞ്ചസാര താഴെ അടിഞ്ഞു കിടക്കൂ. ഉപ്പുവെള്ളം കുറേ നേരം വെക്കുകയാണ്, അടിഞ്ഞു കിടക്കൂ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ കടലിലെ വെള്ളം എപ്പോഴേ അടിഞ്ഞു പോയാൽ ഉപ്പ്, ശരിയല്ലേ? സോ അവർ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. അതേ കണക്ക് തന്നെ നമ്മുടെ കൊളോയിഡും ഇവരും സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഹെട്രോജീനിയസ് ആണ്, സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ക്ലിയർ ആണ്? ഇതാണ് ഏകദേശം ഒരു ഐഡിയ. നമുക്ക് ബാക്കിയുള്ളത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളോട്ടൊന്നും പോവാത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്ന ഹെട്രോജീനിയസ് പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്ന സെറ്റിൽ ഡൗൺ ചെയ്യാത്ത ഹെട്രോജീനിയസ് ആയിട്ടുള്ള സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് കൊളോയിഡ്. ഓക്കെ ആണല്ലോ? മൂവിങ് നോക്കാം എന്താണ് കൊളോയിഡ് എന്നുള്ളത്. കൊളോയിഡ്സ് ആർ ഹെട്രോജീനിയസ് സിസ്റ്റം. അറിയാം നമുക്ക്. വിത്ത് പാർട്ടിക്കിൾ സൈസ് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആണ്. അത് അവിടെ മാറിപ്പോയതാണ്. 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 10⁻⁹ മീറ്ററും 1000 നാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 10⁻³ × 10⁻⁹ മീറ്ററും. ശരിയല്ലേ? 1000 10⁻³ നാനോമീറ്റർ 10⁻⁹ മീറ്റർ. ദാറ്റ് മീൻസ് 10⁻⁹ മീറ്റർ ടു 10⁻�6 മീറ്റർ. മീറ്ററിലാണ് പറഞ്ഞേക്കുന്നത്, മറ്റേത് നാനോമീറ്ററിലാണ്. പക്ഷെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ടാണ് മീറ്ററും കൂടെ ഞാൻ ജസ്റ്റ് എടുത്ത് തന്നെ. ഏതൊരു എക്സാമിന് മീറ്ററിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്ന 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്ന ഹെട്രോജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കൊളോയിഡ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്ക് വരുന്ന ഹെട്രോജീനിയസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസ് 10⁻⁹നും 10⁻�6 മീറ്ററിനും അല്ലെങ്കിൽ 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ട്രൂ സൊല്യൂഷൻ കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പ്രോപ്പർട്ടീസ് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ, അപ്പിയർ ഹോമോജീനിയസ് ടു നേക്കഡ് ഐ. നേക്കഡ് ഐ വെച്ച് നോക്കുമ്പോൾ ഹോമോജീനിയസ് ആണെങ്കിലും അവർ ആക്ച്വലി ഹെട്രോജീനിയസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോഴും ഹെട്രോജീനിയസ് എന്ന് പറയുന്നത്. ഇപ്പൊ മിൽക്ക് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശരിയാണല്ലോ, മിൽക്ക് ഹോമോജീനിയസ് ആണല്ലോ, എല്ലായിടത്തും ഒരേ കണക്കല്ലേ ഇരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അത് ഹെട്രോജീനിയസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹെട്രോജീനിയസ് എന്ന് എടുത്തു പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഡു നോട്ട് സെറ്റിൽഡ് അണ്ടർ ഗ്രാവിറ്റി. നമ്മൾ പാലിനെ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ പാൽ അടിയോ? ഇല്ല, അവർ അടിയാതെ കിടക്കും അല്ലേ. സോ ഡു നോട്ട് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ്, കനോട്ട് പാസ് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പാസ് ചെയ്ത് പോവില്ല. ഓക്കെ, സെമി പെർമിയബിൾ മെംബ്രെയിൻ നമ്മുടെ നമ്മൾ മറ്റേ ഓസ്മോസിസ് ഒക്കെ പഠിക്കില്ലേ, ആ സാധനം. സൊല്യൂഷൻ അത് സംഭവിക്കും. നമ്മൾ ഉപ്പുവെള്ളമൊക്കെ മറ്റേ മറ്റേ മാങ്ങയ്ക്കകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കയറുക, ഉപ്പ് കയറുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ദാറ്റ് വൺ. എക്സിബിറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമാണ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നത്. ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക, അത്രയും മാത്രമേ ഉള്ളൂ നമുക്കിവിടെ. ഇതാണ് കൊളോയിഡ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പം കൊളോയിഡ് ഇറ്റ്സ് എ ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്ക് പാർട്ടിക്കിൾ സൈസ് വരുന്ന ഹെട്രോജീനിയസ് ആയിട്ടുള്ള സെറ്റിൽ ഡൗൺ ചെയ്യാത്ത ഒരു സിസ്റ്റം. അവരെയാണ് നിങ്ങൾ കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. കൊളോയിഡ്സിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഒരു സൊല്യൂഷൻ പറയുമ്പോഴത്തേക്ക് അതിന് 2 കമ്പോണൻസ് ആണ് വരുന്നത് അല്ലേ. ഒന്ന് സോൾവെന്റും രണ്ടാമത്തത് സൊല്യൂട്ടും അല്ലെ. നമ്മൾ ഏത് സൊല്യൂഷൻ പറയുമ്പോഴും നമുക്ക് 2 കമ്പോണന്റാണ് വരുന്നത്. ഒരാൾ സോൾവെന്റും ഒരാൾ സൊല്യൂട്ടും ആണ്.
സോൾവെന്റ് എന്ന് പറയുന്നത് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് സോൾവെന്റ്, അല്ലെ? ചെറിയ എമൗണ്ടിൽ കാണപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൊല്യൂട്ട്. ഇപ്പൊ പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാരയാണ് സൊല്യൂട്ട്, ചെറിയ എമൗണ്ടിലാണ്. വെള്ളമാണ് സോൾവെന്റ് വലിയ എമൗണ്ടിൽ, ശരിയല്ല? അപ്പൊ വലിയ എമൗണ്ടിൽ കാണപ്പെടുന്ന ആൾക്കാർ സോൾവെന്റും, ആ സോൾവെന്റ് ഒറ്റ ഒരാളെ കാണത്തുള്ളൂ. വലിയ എമൗണ്ടിലുള്ള ആളെ എപ്പോഴും ഒരാളെ കാണത്തുള്ളൂ. ഇപ്പൊ പഞ്ചസാര വെള്ളം ഏത് സൊല്യൂഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് സോൾവെന്റ് ഒരെണ്ണേ കാണും, ഒരു സോൾവെന്റേ കാണത്തുള്ളൂ, ഒരു മീഡിയമേ കാണത്തുള്ളൂ. ഓക്കെ. എന്നാൽ സൊല്യൂട്ട് പല മീഡിയം കാണും. ഇവിടെ ഈ സോൾവെന്റ് സൊല്യൂട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ട്രൂ സൊല്യൂഷന്റെ കേസിലാണ്. സോൾവെന്റ് സൊല്യൂട്ട് എന്ന് നമ്മൾ രണ്ട് ഫേസ് ആയിട്ട് നമ്മളുടെ സൊല്യൂഷന്റെ ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുന്നത് ട്രൂ സൊല്യൂഷന്റെ കേസിലാണ്. കൊളോയിഡിന്റെ കേസിൽ നമ്മൾ സോൾവെന്റ് സൊല്യൂട്ട് എന്നല്ല ക്ലാസിഫൈ ചെയ്യുന്ന, സോൾവെന്റിന് പകരം നമ്മൾ ഡിസ്പേർഷൻ മീഡിയം ഓക്കെ, സൊല്യൂട്ടിന് പകരം ഡിസ്പേർഷൻ ഫേസ്. അപ്പൊ ഡിസ്പേർഷൻ ഫേസും അതേ കണക്ക് തന്നെ ഡിസ്പേർഷൻ മീഡിയവും, ഇങ്ങനെയാണ് നമ്മൾ സോൾവെന്റിനെയും സൊല്യൂട്ടിനെയും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഡിസ്പേർഷൻ ഫേസ് എന്നും ഡിസ്പേർഷൻ മീഡിയം എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഡിസ്പേർഷൻ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിംപിളി സോൾവെന്റുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യാം. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക്, ഡിസ്പേർഷൻ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൊല്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് വേണം തിങ്ക് ചെയ്യാൻ. എപ്പോഴും നിങ്ങൾ ആലോചിച്ചോളാം, സൊല്യൂട്ടാണ് സോൾവെന്റിലോട്ട് ആഡ് ചെയ്യുന്നത്. സൊല്യൂട്ട് സോൾവെന്റിലോട്ട് ആഡ് ചെയ്യുന്നത്. ചെറിയ എമൗണ്ടിലുള്ള ആളെ വലിയ എമൗണ്ടിലോട്ട് ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഡിസ്പേർഷൻ ഫേസിനെ ഡിസ്പേർഷൻ മീഡിയത്തിലോട്ട് ആഡ് ചെയ്യും. ഒന്നാമത്തെ കൊളോയിഡിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്യുന്നത് ഈ ഡിസ്പേർഷൻ ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. അവരെങ്ങനെയാണ് കാണുന്നത്? ലിക്വിഡ് ആയിട്ടാണോ, സോളിഡ് ആയിട്ടാണോ, ഗ്യാസ് ആയിട്ടാണോ? ഇതിന്റെ ബേസിലാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. Okay, so classification first one based on nature of dispersion phase and dispersion medium. പഠിക്കാനൊരു എളുപ്പവഴിയുണ്ട്, അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്കുള്ള എന്താ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡിസ്പേർഷൻ ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും നേച്ചർ ഫേസ് എങ്ങനെയാണ് അവർ ഇരിക്കുന്നത്? ഓക്കെ, നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? ഇതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതാ. ഡിസ്പേർഷൻ മീഡിയം കൺസിഡർ ചെയ്യുക. ഇങ്ങനെ തന്നെ പഠിക്കുക. ആദ്യം 2 ലിക്വിഡ് എഴുതാം, അടുത്തത് 2 സോളിഡ് എഴുതാം. ആദ്യം 2 ഡിസ്പേർഷൻ മീഡിയം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം 2 ലിക്വിഡ് എഴുതാം. ഇങ്ങനെ ആദ്യം ഇവിടെ ഒരു ലിക്വിഡ്, ഇവിടെ ഒരു ലിക്വിഡ് എഴുതാം. എന്നിട്ട് ഒരു 2 പോയിന്റ് മാറ്റിയിട്ട് ഇവിടെ ഒരു സോളിഡ് എഴുതാം, ഇവിടെ ഒരു സോളിഡ് എഴുതാം. എങ്ങനെ എഴുതാം? സോളിഡ് ഇങ്ങനെ എഴുതാം. ലിക്വിഡ് സോളിഡ്. ബാക്കി ഇത് രണ്ടും ഞാൻ പിന്നെ സംസാരിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് ലിക്വിഡിനകത്തോട്ട് നമ്മൾ ആദ്യം ആരെ സ്റ്റാർട്ട് ചെയ്യുന്ന? സോളിഡ്, പിന്നെ ആരെ എഴുതുന്ന? ലിക്വിഡ്. ഇങ്ങനല്ലേ എഴുതുന്ന? ഇവിടെ അതേ കണക്ക് തന്നെ, ആദ്യം സോളിഡ്, രണ്ടാമത് ലിക്വിഡ്. ഇങ്ങനെ എഴുതി വെക്കുക. സോളിഡ് ലിക്വിഡ് നോക്കാം. ഇനി സോളിഡ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. ലിക്വിഡിനകത്തോട്ട് സോളിഡിനെ ആഡ് ചെയ്യും. അപ്പൊ ലിക്വിഡിനകത്താണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ലിക്വിഡാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? മീഡിയം എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേര് സോളിഡ് ആയതുകൊണ്ട് സോളെന്ന്. എന്തോ സോള്. അപ്പൊ ലിക്വിഡിനകത്തോട്ട് സോളിഡ് ആഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് സോള്. ഇനി സോളിഡിനകത്തോട്ട് സോളിഡ് ആഡ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേര് സോളിഡ് ആണ്. സോ സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ സോളിഡ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആഡ് ചെയ്യുന്ന 2 പേരും സോളിഡാണ്. ആഡ് ചെയ്യുന്ന ആള് സോളിഡ്, ലിക്വിഡിനകത്തോട്ട് ആഡ് ചെയ്യുന്നു, സോളിഡിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. സോ അതിനെ വിളിക്കുന്ന പേര് സോള്. ഇവിടെ നമ്മൾ ലിക്വിഡ് സോൾ എന്നും ഇവിടെ സോളിഡ് സോൾ എന്നും ആക്ച്വലി പറയേണ്ടത്. പക്ഷെ നമ്മൾ അവിടെ സോൾ എന്നും രണ്ടാമത്തെ സോളിഡ് ഇൻ സോളിഡ് കണ്ടോ, 1ഉം 4ാമത്തതും. സോളിഡ് ഇൻ സോളിനെ നമ്മൾ വിളിക്കുന്ന പേര് സോളിഡ് സോൾ. രണ്ടാമത്തത് ലിക്വിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് എമൾഷൻ എന്നാണ്. എമൾഷൻ ആണ്. ലിക്വിഡിനെ വിളിക്കുന്ന പേര് എമൾഷൻ. ലിക്വിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് സോളിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെൽ. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം ഇതാണ് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത് വേണം നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം 2 ലിക്വിഡ് എഴുതാം, പിന്നെ 2 സോളിഡ് എഴുതാം. സോളിഡ് ലിക്വിഡ്. ഫസ്റ്റ് സോളിഡ് ലിക്വിഡിനകത്ത് അതിനെ വിളിക്കുന്ന പേര് സോളിഡ്. ലിക്വിഡ് സോളിഡിനകത്ത് അതിനെ വിളിക്കുന്ന പേര് സോൾ. പക്ഷെ സോളിഡ് സോൾ എന്നാണ് വിളിക്കുന്നത്. ലിക്വിഡ് എമൽഷൻ, ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ ജെൽ. ഓക്കെ, എക്സാമ്പിൾസ് എന്നോട് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് കൂടെ നോക്കിക്കോണേ. നമ്മുടെ പെയിന്റ്, ഇങ്ക്, സ്റ്റാർച്ച് ഇതൊക്കെ എന്ന് പറയുന്നത് സോളാണ്.
പെയിന്റ്, ഇങ്ക്, സ്റ്റാർച്ച്, ഇതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യുക ചെയ്യുന്നത്. പെയിന്റ്, ഇങ്ക്, മഷി, ഇതിനകത്തെല്ലാം സോളിഡ് ലിക്വിഡിനകത്താണ്. അതേ കണക്ക് തന്നെ നമ്മളുടെ ജെം സ്റ്റോൺസ്, അലോയ്സ്, ഇതെല്ലാം സോളാണ്. സോളിഡും കൂടെ മിക്സ് ചെയ്യുന്നതാണ് ഈ ജെം സ്റ്റോൺസും അലോയ്സും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മുടെ അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ നമ്മൾ പറയുന്നത് അല്ലേ, പക്ഷെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആക്ച്വലി ഇത് ഹെട്രോജീനിയസ് ആണ്. സോ അലോയ്സും ജെം സ്റ്റോൺസും ഇവരെല്ലാം സോളുകളാണ്. പിന്നെ എമൽഷൻ എക്സാമ്പിൾ അറിയാലോ, നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മയണൈസ്, അതേ കണക്ക് തന്നെ മിൽക്ക്, ഇത് രണ്ടും എമൽഷൻസ് ആണ്. ലിക്വിഡ് സൊല്യൂഷൻ ആണ്. ലിക്വിഡ് ആണ് ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേർഷൻ ഫേസും ലിക്വിഡ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ജെല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെലാറ്റിൻ, പിന്നെ ചീസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് സോളിഡിനകത്താണ് വെള്ളം ഇരിക്കുന്നത് അല്ലെ. ജെല്ലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, സോളിഡിനകത്താണ് വെള്ളം ഇരിക്കുന്നത്. ഈ സിനറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെല്ലിനകത്ത് നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നതിനാണ് സിനറസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ബാക്കി രണ്ടാണ്. അപ്പൊ ഇത് രണ്ടാണ് ആദ്യം പഠിക്കാം. ആദ്യം 2 ലിക്വിഡ് എഴുതാം, പിന്നെ 2 സോളിഡ് എഴുതാം. സോളിഡിൻ ലിക്വിഡ് ആണെങ്കിൽ വിളിക്കുന്ന പേര് സോളിഡിൻ സോളിഡ് ആണെങ്കിൽ വിളിക്കുന്ന പേര് സോളിഡ്. ലിക്വിഡ് എമൽഷൻ, ലിക്വിഡിൻ സോളിഡിനെ വിളിക്കുന്ന പേര് ജെല്ല്. 4 ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത രണ്ടാണ്, അതാ നോക്കി. ഡിസ്പേർഷൻ ഫേസ് ഗ്യാസ്, ഇവിടെ ലിക്വിഡ്. ഇനി ഈ ഗ്യാസ് ഇങ്ങോട്ട് കൊടുക്കുക, ലിക്വിഡ് ഇങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യം ഗ്യാസ്, ലിക്വിഡ് കൂടെ സോളിഡും കൂടെ വരും ഗ്യാസ്. ഓക്കെ, ഗ്യാസ് ലിക്വിഡ് ആണെങ്കിൽ വിളിക്കുന്ന പേര് ഫോം, പത. ഗ്യാസിൻ ലിക്വിഡിനകത്ത് ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നു, പത. ഓക്കെ, അതായത് സോപ്പ് ഫോം, വിപ്ഡ് ക്രീംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്തിന് എക്സാമ്പിളാ? ഫോമിന് എക്സാമ്പിളാ. ഫോം എങ്ങനെ ഉണ്ടാവുന്ന? ഗ്യാസിൻ ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് ഫോം. ഇനി ലിക്വിഡോ സോളിഡോ ഗ്യാസിഡ് ലിക്വിഡിനെ വിളിക്കുന്ന പേര് എയറോസോൾ എന്നാ. ലിക്വിഡിൻ ഗ്യാസ് ആണെങ്കിൽ എയറോസോൾ ഓഫ് ലിക്വിഡ്, സോളിഡിൻ ഗ്യാസ് ആണെങ്കിൽ എയറോസോൾ ഓഫ് സോളിഡ്. ഓക്കെ, അപ്പം എയറോസോൾ ആണ് എയറോസോൾ. നമ്മുടെ ഫോഗ്, സ്മോക്ക്, പെർഫ്യൂം സ്പ്രേ ഒക്കെ ഇല്ലേ, ഇതൊക്കെ എയറോസോൾസ് ആണ്. എയറോസോൾസ് വരുന്നത് ലിക്വിഡിൻ ഗ്യാസോ സോളിഡിൻ ഗ്യാസോ. ലിക്വിഡിൻ ഗ്യാസ് ആണെങ്കിൽ എയറോസോൾ ഓഫ് ലിക്വിഡ്, സോളിഡിൻ ഗ്യാസ് ആണെങ്കിൽ എയറോസോൾ ഓഫ് സോളിഡ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഡിസ്പേർഷൻ ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. സോ ഡിസ്പേർഷൻ ഫേസ് നോക്കുക, ഡിസ്പേർഷൻ മീഡിയം നോക്കുക, അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും. എപ്പോഴും ആലോചിച്ചോളാം, ആദ്യം 2 ലിക്വിഡ് എഴുതാം, ദെൻ 2 സോളിഡ് എഴുതാം. സോളിഡിൻ ലിക്വിഡ് ആണെങ്കിൽ വിളിക്കുന്ന പേര് നമ്മളുടെ സോളിഡിൻ സോളിഡ് ആണെങ്കിൽ സോളിഡ്. ലിക്വിഡ് ആണെങ്കിൽ എമൽഷൻ. ലിക്വിഡിൻ സോളിഡ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ജെൽ. ഓക്കെ, പിന്നെ ഗ്യാസിൻ ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ഫോം. സോളിഡോ ലിക്വിഡോ ഗ്യാസിനാണെങ്കിൽ എയറോസോൾ. പിന്നെ എക്സാമ്പിൾസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഇതാണ് ഡിസ്പേർഷൻ ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തിലോട്ട് പോകുന്നു. ബേസ്ഡ് ഓൺ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 ഫേസസ്. ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഡിസ്പേർഷൻ ഫേസിന്റെയും ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ അവരെങ്ങനെ ബന്ധപ്പെടുന്നു. കാരണം ഈ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുമ്പോൾ സോൾവെന്റ്, ഡിസ്പേർഷൻ ഫേസ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട്. ഈ സോൾവെന്റും സൊല്യൂട്ടും എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, നല്ല സ്ട്രോങ് ആയിട്ടാണോ ഇന്ററാക്ട് ചെയ്യുന്നത്, വീക്ക് ആയിട്ടാണോ ഇന്ററാക്ട് ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് കൊളോയിഡ്സിന്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇതിന്റെ ബേസിൽ നമ്മൾ കൊളോയിഡ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സ്ട്രോങ് ആയിട്ട് അട്രാക്ഷൻ ഉള്ളതും വീക്ക് ആയിട്ട് അട്രാക്ഷൻ ഉള്ളതും. അത് രണ്ടുമല്ലേ ഉള്ളൂ. സ്ട്രോങ് ആയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ലയോഫിലിക് കൊളോയിഡ്സ്. ഫിലിക് മീൻസ് ലവിങ് എന്നാണ്. സോ ലയോഫിലിക്കും. ലയോഫോബിക് എന്ന് പറഞ്ഞാൽ ഫോബിയ മീൻസ് ഹേറ്റിംഗ് എന്നാണ്. ഹേറ്റിംഗ്. അപ്പം ലയോഫിലിക്കും ലയോഫോബിക്കും. സോ ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നു ലയോഫിലിക്. അവർക്ക് നല്ല ഇൻട്രാക്ഷൻ ആയിരിക്കും. ലയോഫോബിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് അട്രാക്ഷൻ ഇല്ല, ഇഷ്ടമില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ലയോഫോബിക്. ഇനി എന്താണ് ലയോഫിലിക്, എന്താണ് ലയോഫോബിക്? ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതുകൊണ്ടാണ് രണ്ടും താഴെ എടുത്തേക്കുന്നത്. ലയോഫിലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, ആസ് എ അഫിനിറ്റി ഫോർ ഡിസ്പേർഷൻ മീഡിയം, നല്ല സ്ട്രോങ് അഫിനിറ്റി ആയിരിക്കും, നല്ല ഇഷ്ടമായിരിക്കും ഡിസ്പേർഷൻ ഫേസിന്. അങ്ങനെ ഇഷ്ടപ്പെട്ട എന്താ പ്രശ്നം? ഇവർ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കമ്പൈൻ ചെയ്ത് കൊളോയിഡ് ആയിട്ട് മാറും.
ശരിയല്ലേ? ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും എപ്പോഴെങ്കിലും അടുത്തടുത്ത് കോണ്ടാക്റ്റിൽ വന്നാൽ അവർ പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? നമ്മളുടെ കൊളോയിഡായിട്ട് മാറും. ഓക്കെ, ഈസിലി ഫോം കണ്ടോ, പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. കാരണം എന്താ? അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ അടുത്തടുത്ത് വന്നാൽ അവർ പെട്ടെന്ന് തന്നെ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? കൊളോയിഡായിട്ട് മാറും. സോ ഈസിലി ഫോംഡ് ആണ്, പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. അതേ കണക്ക് തന്നെ റിവേഴ്സിബിൾ ആണ്. എന്താ റിവേഴ്സിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. കാരണം അവർക്കിടയിൽ നല്ല സ്ട്രോങ് അട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ച് കമ്പൈൻ ചെയ്യാം. അപ്പം ഡിസ്പേർഷൻ ഫേസിലും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് ഒരു സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോം ചെയ്യാനും എളുപ്പമാണ്, അതേ കണക്ക് തന്നെ ഇവർ വിട്ടുപോയി തിരിച്ചു വരാനും എളുപ്പമാണ്. സപ്പോസ് ഡിസ്പേർഷൻ ഫേസിനെ ഡിസ്പേർഷൻ മീഡിയത്തിൽ നമ്മൾ രണ്ടാക്കി മാറ്റും, വീണ്ടും ഇവർക്ക് തിരിച്ചു വരാൻ എളുപ്പം. തിരിച്ചു വന്ന് വീണ്ടും കമ്പനി, നമ്മൾ സ്നേഹിക്കുന്ന രണ്ടാൾക്കാർ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ ആ ഇഷ്ടം അങ്ങനെ തന്നെ കാണും. എപ്പോഴും ഇവരിൽ ഒന്നിച്ചു വന്നാൽ പിന്നെ ഇവർ വീണ്ടും കമ്പൈൻ ചെയ്യും, അങ്ങനെ. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എക്സാമ്പിൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. എക്സാമ്പിൾ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ജെലാറ്റിൻ സോള്, സ്റ്റാർച്ച് സോള്, പ്രോട്ടീൻ സോള്, ഇതെല്ലാം ബയോളജിക്കൽ സിസ്റ്റത്തിൽ കാണപ്പെടുന്നതാ. ജെലാറ്റിന്, സ്റ്റാർച്ച്, പ്രോട്ടീന്, ഇതൊക്കെ എന്താ ലയോഫിലിക് ആണ്, സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെയൊന്നും ഉണ്ടാക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഹൈലി സ്റ്റേബിൾ ആണ്. ഇവർ ഭയങ്കര സ്റ്റേബിൾ ആണ്. കാരണം ഇവർ ഭയങ്കര നിങ്ങൾ ഈ റിവേഴ്സിബിളും സ്റ്റേബിളും കൂടെ കമ്പയർ ചെയ്ത് കളയരുത്. നിങ്ങൾ വിചാരിക്കും അയ്യോ പൊട്ടിപ്പോയി എപ്പോഴെങ്കിലും തിരിച്ചു വരാമല്ലോ, അതിനർത്ഥം അവർ സ്റ്റേബിൾ ആണെന്നാ. അവരുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ നിൽക്കും. ഇനി അഥവാ നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞോ വീണ്ടും തിരിച്ചു വരും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഹൈലി സ്റ്റേബിളും ആണ്, റിവേഴ്സിബിളും ആണ്. അപ്പൊ ഇതാണ് ലയോഫിലിക്. ഫിലിക് മീൻസ് ലവിങ് എന്നാണ്, അങ്ങനെ തന്നെ വെച്ച് മനസ്സിലാക്കുക. ഫിലിക് മീൻസ് ലവിങ് എന്നാണ്. സോ ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഈസിലി ഫോംഡ് ആണ്, പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. പിന്നെ ഇവർ അത്രയും ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ ആണ്, പോകാം തിരിച്ചു വരാം. ഓക്കെ, എക്സാമ്പിൾസ് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ സോള്, തന്നെ സ്റ്റാർച്ച് സോള്, ജെലാറ്റിൻ സോള്, ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇവർ ഹൈലി സ്റ്റേബിൾ ആണ്. ദാറ്റ് മീൻസ് ഇവര് ഉണ്ടായി കഴിഞ്ഞാൽ അവർ തന്നെ സ്റ്റേബിൾ ആണ്. നമ്മൾ ഒരാളുടെ ഹെൽപ്പ് കൊടുത്ത് സ്റ്റേബിൾ ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്. ഓക്കെ, അവർ കുഴപ്പമൊന്നുമില്ലാതെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ ആള് ലയോഫോബിക് ആണ്. ദാറ്റ് മീൻസ് സോൾവെന്റ് ഫിയറിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. സോൾവെന്റിനെ ഇഷ്ടമല്ല, സോൾവെന്റിനെ പേടിയാണ് നമ്മൾ ഫോബിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഹേറ്റിംഗ് അല്ലെങ്കിൽ ഫോബിയ, ഇഷ്ടമല്ല. ഓക്കെ, നോക്കാം. ഡിസ്പേർഷൻ ഫേസ് ഹാസ് നോ അഫിനിറ്റി ഫോർ ഡിസ്പേർഷൻ മീഡിയം. ഇങ്ങനെയുള്ളവർ ഡിസ്പേർഷൻ ഫേസിന് സൊല്യൂട്ടിന് അവരുടെ സോൾവെന്റിനെ ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് ഒരു അഫിനിറ്റി ഇല്ല, ഒരു താല്പര്യവും ഇല്ല. പക്ഷെ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ നിർബന്ധിച്ച് അവരെ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിക്കും. സോ അവർ നോട്ട് ഈസിലി ഫോംഡ് അല്ല, നമ്മൾ ഡിഫിക്കൽട്ടി ടു ഫോം ആണ്. മീൻസ് നമ്മൾ നിർബന്ധിച്ച് അവരെ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അവർ ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ചു വരില്ല. വൺസ് അവരെ നമ്മൾ നിർബന്ധിച്ച് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക, അപ്പൊ നിർബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുക, അങ്ങനെയുള്ള ആൾക്കാർ വിട്ടു പോവില്ല. കാരണം നിർബന്ധിച്ചുണ്ടാക്കി വെച്ച് അവർ ഓൾറെഡി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവർ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ അവർ തിരിച്ചു വരാനും പാടാം. മറ്റേത് അങ്ങനെയല്ല, ഇഷ്ടമായതുകൊണ്ട് പോകാം, തിരിച്ചു വരാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കാം. മിക്ക മെറ്റലിന്റെ സോളുകളും, ഗോൾഡ് സോള്, സിൽവർ സോള്, പ്ലാറ്റിനം സോള്, ഗോൾഡ് സോള്, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് സോൾ, മിക്ക മെറ്റൽ സോളുകളും ഡെഫിനറ്റ്ലി എന്താ? ലയോഫോബിക് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ജെലാറ്റിൻ, സ്റ്റാർച്ച്, പ്രോട്ടീൻ അങ്ങനെയുള്ളവരൊക്കെ ലയോഫിലിക്കാണ്. അവർക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. പക്ഷെ ലയോഫോബിക്കിൽ നമ്മൾ മെറ്റൽ സോളുകളാണ്. മിക്ക മെറ്റൽ സോളുകളും ലയോഫോബിക് ആണ്. ദെൻ ലോ സ്റ്റെബിലിറ്റി റിക്വയർ സ്റ്റെബിലൈസേഴ്സ്. അതായത് അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല, ഇവർ ഹൈലി സ്റ്റേബിൾ ആണ്. പിന്നെ ഇവർക്ക് എന്ത് വേണം? സ്റ്റെബിലൈസേഴ്സ് വേണം. കാരണം ഇവർ സ്റ്റേബിൾ അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവരെ നമ്മൾ നിർബന്ധിച്ചുണ്ടാക്കുക. ഇവർ ഇറിവേഴ്സിബിൾ ആണെന്ന് പറയാൻ കാണുന്ന അറിയാമോ? നിർബന്ധിച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ ഇവരുടെ കൂടെ ഒരു സ്റ്റെബിലൈസിങ് ഏജന്റിനെ കൂടെ ഒക്കെ ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഇവര് ഇഷ്ടമല്ലാതിരിക്കുക. അപ്പൊ ഇവർ എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വിട്ടുപോയാൽ തിരിച്ചൊരിക്കലും വരത്തില്ല. അപ്പൊ നമ്മളൊരു സ്റ്റെബിലൈസറിനെ ആഡ് ചെയ്യും. ഈ സ്റ്റെബിലൈസർ ഇവർ വിട്ടുപോകാതെ ഇങ്ങനെ പിടിച്ചു വെപ്പിക്കും, രണ്ടുപേരും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കും, വിട്ടുപോകാൻ സമ്മതിക്കത്തില്ല. അപ്പം ഒരു സ്റ്റെബിലൈസറിന്റെ ആവശ്യമുണ്ട് ഇവിടെ, കാരണം ഇവിടെ സ്റ്റെബിലിറ്റി കുറവാണ്. നെക്സ്റ്റ് ആംഫിപാത്തിക് കൊളോയിഡ്സ് ആണ്. അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല നമുക്ക്. ലയോഫോബിക്കിന്റെ ലയോഫിലിക്കിന്റെ ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ആണ് സോപ്പും ഡിറ്റർജൻസും.
അത് ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ലയോഫോബിക്കും ലയോഫിലിക്കുമാണ് മെയിൻ ആയിട്ടും വേണ്ടത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു കേസ് ഉണ്ട്, ലയോഫോബിക്കും ലയോഫിലിക്കിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ. സോപ്പും ഡിറ്റർജൻസും ആണ് ആ ഒരു സെക്ഷൻ അത് വരുന്നത്. നമുക്ക് നമ്മുടെ സിലബസിൽ എടുത്ത് സോപ്പ് ഡിറ്റർജൻസ് പറയാത്തതുകൊണ്ട് നമ്മൾ അത് കാര്യമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരാളുണ്ട്, അതിന്റെ പേരെന്തോ ആംഫിപാത്തിക് കൊളോയിഡ്സ്. ഒന്ന് പഠിച്ചു വെച്ചേക്കും. ക്ലിയർ? ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതെന്തായിരുന്നു? ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്കുള്ള സ്ട്രോങ് ഇൻട്രാക്ഷന്റെ ബേസിൽ കൊളോയിഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലയോഫിലിക്കും അതേ കണക്ക് തന്നെ ലയോഫോബിക്കും. ലയോഫിലിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവർ ഈസിലി ഫോംഡ് ആണ്, റിവേഴ്സിബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. ഹൈലി സ്റ്റേബിൾ ആണ്, ആരുടെയും ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ സ്റ്റേബിൾ ആയതുകൊണ്ട് സ്റ്റെബിലൈസിങ് ഏജൻസിന്റെ ആവശ്യമില്ല. നമ്മളുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ സോള്, ജെലാറ്റിൻ സോള്, സ്റ്റാർച്ച് സോള് ഇതൊക്കെ ലയോഫിലിക്കിന്റെ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ലയോഫോബിക് ആണ്. ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് സ്ട്രോങ് ഇൻട്രാക്ഷൻ അല്ല, അവർ സോൾവെന്റ് ഫിയറിംഗ് ആണ്. ദാറ്റ് മീൻസ് ഡിസ്പേർഷൻ മീഡിയത്തെ അവർക്ക് ഇഷ്ടമല്ല ഡിസ്പേർഷൻ ഫേസിന്. അതുകൊണ്ട് തന്നെ ഇവർ ഈസിലി ഫോംഡ് അല്ല, ഡിഫിക്കൽട്ടി ടു ഫോം ആണ്, ഇറിവേഴ്സിബിൾ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ നിർബന്ധിച്ചുണ്ടാക്കണം. നിർബന്ധിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവരിലോട്ട് സ്റ്റെബിലൈസിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇവരെ അങ്ങനെ തന്നെ ചേർത്ത് വെക്കാനായിട്ട് ഒരു സ്റ്റെബിലൈസിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നുണ്ട്. മിക്ക മെറ്റൽ സോളുകളും ലയോഫോബിക് ആണ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ലയോഫോബിക്കിനും ലയോഫിലിക്കിനും ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ്. ഡിറ്റർജൻസും സോപ്പും ആണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. അവരെ വിളിക്കുന്ന പേര് ആംഫിപാത്തിക് കൊളോയിഡ്സ് എന്നാണ്. ക്ലിയർ? മൂവിങ്. പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് സംസാരിക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ടിൻഡാൽ എഫക്റ്റ് ആണ്. ഇറ്റ്സ് എ കൈനറ്റിക് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഇറ്റ്സ് എ കൈനറ്റിക് പ്രോപ്പർട്ടി. കൈനറ്റിക്. ഈ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ കൊളോയിഡ്സിന്റെ ഒരു കൈനറ്റിക് പ്രോപ്പർട്ടിയാണ്. അതുകൂടാതെ നമുക്ക് കൈനറ്റിക് അല്ല, സോറി നമ്മളുടെ ലൈറ്റിന്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതാണ് കൈനറ്റിക് പ്രോപ്പർട്ടി കേട്ടോ. കൈനറ്റിക് ബ്രൗണിയൻ മൂവ്മെന്റ് ആണ് കൈനറ്റിക് പ്രോപ്പർട്ടി കേട്ടോ. ഓക്കെ, അപ്പൊ ലൈറ്റ് ഇൻഡ്യൂസ് വെച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് നമുക്ക് ടിൻഡാൽ എഫക്റ്റ് എന്ന് നോക്കാം. ടിൻഡാൽ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കാണ് പാർട്ടിക്കിൾ സൈസ് വരുന്നത്. അപ്പം ട്രൂ സൊല്യൂഷൻ ആണെങ്കിലും നമ്മൾ ലൈറ്റിനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ, ഈ ട്രൂ സൊല്യൂഷൻ എടുത്തിട്ട് ഇപ്പോൾ പഞ്ചസാര പോലെ എടുത്തിട്ട് ലൈറ്റിനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇത് ലൈറ്റിനെ എങ്ങ് കടത്തിവിടും. കാരണം അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് അത്രയും ചെറുതാണ്. അവർക്ക് ലൈറ്റിനെ തടഞ്ഞു വെക്കാനോ ലൈറ്റിനെ തട്ടിത്തെറിപ്പിക്കാനോ പറ്റത്തില്ല. ഈസി ആയിട്ട് ലൈറ്റ് അങ്ങ് കടന്നുപോകും. അങ്ങനെ അതിനെയാണ് നമ്മൾ പാസിംഗ് എന്ന് പറയുന്നത്. അവരാണ് ട്രൂ സൊല്യൂഷൻ. അവരങ്ങ് കടന്നുപോകും. ലൈറ്റിനെ അവർ കടത്തിവിടുക ചെയ്യുന്നു. ട്രാൻസ്പെറന്റ് ആകും, അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. രണ്ടാമത്തത് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സ് നിങ്ങൾ പാല് അല്ലെ, നമ്മൾ ഇതിനകത്തൊരു ലൈറ്റിനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലൈറ്റ് അപ്പുറം ചെല്ലില്ല. ശരി തന്നെയാണ്, പാർട്ടിക്കിൾ സൈസ് വലുതാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ പാർട്ടിക്കിൾസിന്, അതായത് നമ്മുടെ കൊളോയിഡ്സിലെ പാർട്ടിക്കിൾസിന് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പറ്റും, തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. മൂന്നാമത്തെ ആള് സസ്പെൻഷൻ. സസ്പെൻഷനകത്ത് നമ്മൾ ലൈറ്റിനെ അടിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷൻ ലൈറ്റിനെ തടഞ്ഞു വെക്കും, സ്കാറ്റർ ചെയ്യില്ല, തടഞ്ഞു വെക്കും. മാറ്റാൻ പറ്റും, തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. തട്ടിത്തെറിപ്പിക്കുന്ന ആൾക്കാർ നമ്മളുടെ കൊളോയിഡ്സ് ആണ്. നോക്കാം. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വിസിബിൾ as bright path when light beam passes through the colloid. ലൈറ്റ് ബീം കൊളോയിഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ബീമിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കാനുള്ള ആ കഴിവിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലാർജ് ഇനഫ് ടു സ്കാറ്റർ ലൈറ്റ്. കൊളോയിഡൽ പാർട്ടിക്കിൾ വലുതാണ്. എന്തിനു വേണ്ടിയിട്ടാ? ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പാകത്തിൽ വലുതാണ് നമ്മളുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. സൈസ് കമ്പയറബിൾ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഈ കൊളോയിഡിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് വേവ് ലെങ്തുമായിട്ട് കമ്പയറബിൾ ആണ്. ഓക്കെ. ട്രൂ സൊല്യൂഷൻ ലൈറ്റിനെ പാസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ടിൻഡാൽ എഫക്റ്റ് ഇല്ല. കാരണം ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന് ലൈറ്റിനെ തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കാനോ പറ്റില്ല. പാർട്ടിക്കിൾ സൈസ് അത്രയും ചെറുതാണ്. അതുകൊണ്ട് ട്രൂ സൊല്യൂഷനകത്ത് ടിൻഡാൽ എഫക്റ്റ് ഇല്ല. ഓക്കെ. കൊളോയിഡ്സ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ടിൻഡാൽ എഫക്റ്റ് ഉണ്ട്. ട്രൂ സൊല്യൂഷനകത്ത് ടിൻഡാൽ എഫക്റ്റ് ഇല്ല. കൊളോയിഡിനകത്ത് ടിൻഡാൽ എഫക്റ്റ് ഉണ്ട്. പാത്ത് വിസിബിൾ ആണ്. സസ്പെൻഷനിൽ വിസിബിൾ ടർബിഡിറ്റി ആണ്. സെറ്റിൽഡ് പാർട്ടിക്കിൾസ് ആണ് അല്ലെ, പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും, ടർബിഡിറ്റി ആണ്. ഇതാണ്
ടിൻഡാൽ എഫക്റ്റ്. അപ്പം ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഫിനോമിനോൺ ആണ് അല്ലെ, ലൈറ്റ് ഫിനോമിനോൺ ആണ്, ലൈറ്റ് വെച്ച് നടക്കുന്ന ഒരു ഫിനോമിനോൺ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചെറുതാണ്, ഇവർക്ക് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാൽ ട്രൂ സൊല്യൂഷൻ്റെ അത്രയും ചെറുതല്ല. കാരണം ട്രൂ സൊല്യൂഷന് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കാനോ തടഞ്ഞു വെക്കാനോ പറ്റില്ല, അത്രത്തോളം ചെറുതാണ് അവർ. 1 നാനോമീറ്ററിനെക്കാട്ടിയും താഴെയാണ് സൈസ്. അതുകൊണ്ട് തന്നെ ഇവർ ലൈറ്റിനെ കടത്തിവിടുക ചെയ്യുന്നു. അപ്പം ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ കഴിവിനെയാണ് നിങ്ങൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കും. ക്ലിയർ? ഓക്കെ. രണ്ടാമത്തേത് ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. ഇതൊരു കൈനറ്റിക് ഫിനോമിനോൺ ആണ്. നോക്കാം നമുക്ക്. റാൻഡം കണ്ടിന്യൂസ് സിക്സാക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ ഫ്ലൂയിഡ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതായത് നമ്മളുടെ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് നമ്മളെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സിക്സാക് ഷേപ്പിൽ മൂവ് ചെയ്യുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലെ, ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സിക്സാക് ഷേപ്പിൽ മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ വന്ന് ആരിലോ തട്ടണം. ശരിയല്ലേ? സോ ടിൻഡാൽ എഫക്റ്റിന്റെ കാരണം എന്ന് പറയുന്നത് സോൾവെന്റ് മോളിക്യൂൾ കോൺസ്റ്റന്റ്ലി കൊളൈഡ് വിത്ത് പാർട്ടിക്കിൾസ്. നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസ് പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ആ കൊളൈഡ് ചെയ്യുന്നത് വഴിയാണ് ആക്ച്വലി അവർക്ക് എന്ത് സംഭവിക്കുന്നത്, ഈ സിക്സാക് മൂവ്മെന്റ് സംഭവിക്കുന്നത്. അതിന് കാരണം കൊളിഷൻ ഓൺ വൺ സൈഡ് ഗ്രേറ്റർ ദാൻ കൊളിഷൻ ഓൺ ഓപ്പോസിറ്റ് സൈഡ്. കാരണം രണ്ട് സൈഡിൽ ഒരേ കണക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ അനങ്ങാതെ നിൽക്കും. എന്നാൽ ഒരു സൈഡിൽ നല്ല രീതിയിൽ ഇടിക്കുന്നു, ഒരു സൈഡിൽ കുറച്ച് രീതിയിൽ ഇടിക്കുന്നു. നല്ല രീതിയിൽ ഇടിക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മൂവ്മെന്റ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന പാർട്ടിക്കിൾ ഇവിടെ നല്ല ശക്തിയായിട്ട് ഇടിക്കുന്നു, ഇവിടെ കുറച്ച് ഇടിക്കുന്നുള്ളൂ. അപ്പൊ എവിടെയാണോ ശക്തിയായിട്ട് ഇടിക്കുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്, അല്ലെങ്കിൽ ആ ഇടിയുടെ ഡയറക്ഷനിലോട്ടായിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അയാൾ വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്. ഓക്കെ, അയാൾ വരുന്ന ഡയറക്ഷനിലോട്ട്, അയാൾ ഇടിക്കുന്നതിന്റെ ആ ഡയറക്ഷനിലോട്ട് അയാൾ മൂവ് ചെയ്യും. സോ collision on one side greater than collision on opposite side results in random motion in all direction. അതുവഴി എല്ലാ ഡയറക്ഷനിലോട്ടും ഒരു റാൻഡം മോഷൻ വരുന്നു. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡിസ്പേർഷൻ മീഡിയത്തിന്റെ കൂട്ടിയിടിയാണ്, അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസിന്റെ കൂട്ടിയിടിയാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ് ആക്ച്വലി എന്തിനു കാരണം, നമ്മളുടെ ബ്രൗണിയൻ മൂവ്മെന്റിന് കാരണം. പ്രിവെൻസ് സെറ്റിലിംഗ് അണ്ടർ ഗ്രാവിറ്റി. ഇത് നമുക്ക് ആക്ച്വലി ഹെൽപ്ഫുൾ ആണ്, നമുക്കല്ല കൊളോയിഡ്സിന്. കാരണം ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇവർ ഒരിക്കലും കൂടിച്ചേർന്ന് സെറ്റിൽ ഡൗൺ ചെയ്യില്ല. കാരണം നമ്മൾ പറഞ്ഞ സസ്പെൻഷൻ അത് സെറ്റിൽ ഡൗൺ ചെയ്യുമെന്ന്. കൊളോയിഡ് ഹെട്രോജീനിയസ് ആയിട്ടും സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ബ്രൗണിയൻ മൂവ്മെന്റ് അവരെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അടങ്ങി ഒതുങ്ങി അടിയാൻ ഇവർ സമ്മതിക്കത്തില്ല. സോ പ്രിവെൻസ് സെറ്റിലിംഗ് അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യാൻ ആരും സമ്മതിക്കത്തില്ല, ഈ ബ്രൗണിയൻ മൂവ്മെന്റ് സമ്മതിക്കത്തില്ല. 2, എവിഡൻസ് ഫോർ മോളിക്കുലാർ തിയറി. മോളിക്കുലാർ തിയറിയുടെ എവിഡൻസ് ആണ് മൂവ്മെന്റ്. മോർ പ്രൊണൗൺസ്ഡ് ഫോർ സ്മാളർ പാർട്ടിക്കിൾ, ഹയർ ടെമ്പറേച്ചർ, ലോവർ വിസ്കോസിറ്റി. ചെറിയ പാർട്ടിക്കിൾസ് ആണ്, നമുക്കറിയാം വലിയ പാർട്ടിക്കിളും ചെറിയ പാർട്ടിക്കിൾ മൂവ്മെന്റ് നല്ല കൂടുതൽ ചെറിയ പാർട്ടിക്കിൾസിനാണ്. കാരണം ചെറിയ പാർട്ടിക്കിൾസിന് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറിയ പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. 2, ഹയർ ടെമ്പറേച്ചർ ആണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ടെമ്പറേച്ചർ കൂടും തോറും കൈനറ്റിക് എനർജി കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും തോറും മൂവ്മെന്റ് കൂടും. സോ ചെറിയ പാർട്ടിക്കിൾസിനാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും, മൂവ്മെന്റ് കൂടുതലായിരിക്കും. ഹയർ ടെമ്പറേച്ചർ ആണെങ്കിലും എന്ത് കൂടുതലായിരിക്കും, മൂവ്മെന്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ലോവർ വിസ്കോസിറ്റി ആണ്. ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ആ മീഡിയം കൊടുക്കുന്ന മൂവ്മെന്റിനെതിരെ ആ മീഡിയം കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് അല്ലെ. ആ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ, ഒരു മീഡിയത്തിലൂടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനെതിരെ മീഡിയം കൊടുക്കുന്ന ഒരു ഫോഴ്സിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്, വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കുറയും. ആ മൂവ്മെന്റിനെയാണ് നിങ്ങൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ മൂവ്മെന്റ് കൂടണമെങ്കിൽ വിസ്കോസിറ്റി എന്ത് ചെയ്യണം, കുറയണം. കാരണം വിസ്കോസിറ്റി കൂടും തോറും നമ്മുടെ മീഡിയം മൂവ്മെന്റ് റെസിസ്റ്റ് ചെയ്യും. വിസ്കോസിറ്റി കുറയും തോറും മൂവ്മെന്റ് കുറച്ചും കൂടെ ഫ്രീ ആവും. സോ 3 കാര്യങ്ങളാണ് ബ്രൗണിയൻ മൂവ്മെന്റിനെ സ്വാധീനിക്കുന്നത്. 1, സൈസ് കുറഞ്ഞ പാർട്ടിക്കിള്. 2, ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം. 3, വിസ്കോസിറ്റി കുറവായിരിക്കണം. അപ്പൊ 2 പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. 1 ടിൻഡാൽ എഫക്റ്റും, 2 ബ്രൗണിയൻ മൂവ്മെന്റും. ഇത് രണ്ടും കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ടിൻഡാൽ എഫക്റ്റ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നു. നമ്മളുടെ ബ്രൗണിയൻ മൂവ്മെന്റ് സിക്സാക് മൂവ്മെന്റ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് കൊയാഗുലേഷൻ ആണ്. ഓക്കെ, കൊയാഗുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് കൊയാഗുലേഷൻ.
പ്രോസസ് ഓഫ് അഗ്രിഗേഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടു ഫോം ലാർജ് പ്രസിപ്പിറ്റേറ്റ്. വലിയ പാർട്ടിക്കിളായിട്ട് മാറും. അപ്പൊ അത് കൊളോയിഡ് എന്ന് പറയുന്ന അതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ കൊളോയിഡ്സ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് വലിയ പാർട്ടിക്കിളായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതിനെയാണ് നിങ്ങൾ എന്താന്ന് വിളിക്കുന്നത്? കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്നത്. കൊയാഗുലേഷൻ. നമ്മൾ ഈ പാലൊക്കെ കടയില്ലേ, തൈര് ആക്കി കടഞ്ഞ് കട്ടിയാക്കത്തില്ലേ, അത് പ്രസിപ്പിറ്റേറ്റ് ആക്കുക ചെയ്യുന്നു. നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യുക. നമ്മൾ പാലൊക്കെ കടഞ്ഞ് തൈരാക്കുമ്പോഴത്തേക്ക് കട്ടിയാവത്തില്ലേ, അത് ഈ കൊയാഗുലേഷനാണ്. അപ്പം കൊയാഗുലേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനെ കൂടി ചേർന്ന് ലാർജ് പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് കൊയാഗുലേഷൻ. ഓൾറെഡി നമ്മളുടെ കൊളോയിഡ്സിൽ ഇതിനൊരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. ഇങ്ങനെ എന്തായിട്ട് മാറാതിരിക്കാൻ, കൊയാഗുലേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറാതെ കൊളോയിഡായിട്ട് തന്നെ നിൽക്കാൻ ഓൾറെഡി ഒരു ഡിഫെൻസീവ് മെക്കാനിസം നമ്മളെ കൊളോയിഡ്സിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഡിഫെൻസീവ് മെക്കാനിസമാണ് കൊളോയിഡ്സിന് ചാർജ് ഉണ്ട്. ചാർജ്. ഈ ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഇപ്പം നമ്മൾ ഒരു കൊളോയിഡ് എടുക്കുന്നു, അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെല്ലാം ഒരേ ചാർജ് ആയിരിക്കത്തില്ലേ, അല്ലാതെ ഓരോ പാർട്ടിക്കിൾസിനും ഓരോ ചാർജ് അല്ലല്ലോ. അപ്പോൾ ഓരോ കൊളോയിഡ്സിനും ഓരോരോ ചാർജാണ്. ഈ ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഇവർ അടുത്തടുത്ത് വരാനോ കൂടിച്ചേരാനോ സമ്മതിക്കത്തില്ല. സോ ഒന്നാമത്തെ കാര്യം കൊളോയിഡ്സിന്റെ ചാർജാണ്. കൊളോയിഡ്സിന് ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജ് കാരണം പാർട്ടിക്കിൾസ് കൂടിച്ചേരുകയോ സെറ്റിൽ ഡൗൺ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് കാരണം കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് കൊളഷൻ നടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അതുവഴി ഇവർ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. കാരണം ഓടുന്ന ആൾക്കാർ പ്രിവെന്റ് സെറ്റിലിംഗ് അണ്ടർ ഗ്രാവിറ്റി. സോ സെറ്റിൽ ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ കൊയാഗുലേറ്റ് ചെയ്യാനോ സമ്മതിക്കുന്നില്ല. മൂന്നാമത്തേത് നമ്മളുടെ സീറ്റ പൊട്ടൻഷ്യൽ. സീറ്റ പൊട്ടൻഷ്യൽ എന്താണ്? സീറ്റ ഇതാണ് മെയിൻ ഫാക്ടർ. ഇതും ചാർജുമാണ് മെയിൻ ഫാക്ടേഴ്സ്. സീറ്റ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കൊളോയിഡ്സിന് ചാർജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ചാർജ് കാരണം കൊളോയിഡ്സ് അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകളെ നമ്മുടെ മീഡിയത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ, പോസിറ്റീവ് ചാർജാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കുക. നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ ഈ കൊളോയിഡ് അതിനു ചുറ്റും പിടിച്ചു വെക്കും. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ഓക്കെ, ഇതിനെയാണ് നിങ്ങൾ സ്റ്റേൺ ലെയർ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ലെയർ സ്റ്റേൺ ലെയർ, ഫിക്സഡ് ലെയർ ആയിരിക്കും കേട്ടോ. സ്റ്റേൺ ലെയർ, ഫിക്സഡ് ലെയർ, ഒരു ഫിക്സഡ് ലെയർ ആയിരിക്കും. അപ്പൊ എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസിനും ഒരു ഫിക്സഡ് ലെയർ ഉണ്ട്. ആ ഫിക്സഡ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേൺ ലെയർ എന്നാണ്. ഈ ലെയർ നമ്മളെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ എവിടെയാണോ നമ്മളെ കൊളോയിഡ് കിടക്കുന്നത് ആ മീഡിയത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെ പ്രിഫറൻഷ്യലി, കാരണം കൊളോയിഡിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള രണ്ട് പേരുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നിനെ, കൊളോയിഡിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒന്നിനെ പ്രിഫറൻഷ്യലി, പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഏതെങ്കിലും അല്ല, ആ കൊളോയിഡ് പ്രിഫറൻഷ്യലി ഒരാളെ അബ്സോർബ് ചെയ്ത് തൻ്റെ ചുറ്റും വെക്കുന്നുണ്ട്. അതിനെയാണ് നിങ്ങൾ ഫിക്സഡ് ലെയർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേൺ ലെയർ എന്ന് വിളിക്കും. ഇറ്റ്സ് എ പെർമനന്റ് ലെയർ. ഇനി രണ്ടാമതായിട്ട്, ഇപ്പൊ ഇവിടെ ഒരു ചാർജ് ഇല്ലേ, ഈ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബാലൻസ്ഡ് അല്ല. എന്തുകൊണ്ടാണ്? ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും ഇത്രയും നെഗറ്റീവ് ചാർജ് നിൽക്കുക, അതൊരിക്കലും ബാലൻസ്ഡ് അല്ല. അതുകൊണ്ട് നമ്മളുടെ ഈ സ്റ്റേൺ ലെയർ അതിന്റെ തൊട്ട് മുകളിലായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഒരു ലെയറിനെ പിടിച്ചു വെക്കും. ഇവിടെ പോസിറ്റീവ് അല്ലേ, ഇപ്പൊ നെഗറ്റീവ് അല്ലേ, ഒരു പോസിറ്റീവ് ലെയറിനെ ഇങ്ങനെ ചുറ്റും പിടിച്ചു വെക്കും. പക്ഷെ ഇതൊരു ഫിക്സഡ് ലെയർ അല്ല, ഇങ്ങനെ പിടിച്ചു വെക്കും, ഇങ്ങനെ പിടിച്ചു വെക്കും. എന്തിനാ? ഈ ചാർജിനൊരു ബാലൻസ് വരുത്താൻ വേണ്ടിയിട്ട്. ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂസ് ലെയർ. ഡിഫ്യൂസ് ലെയർ. ഇതുവഴി എന്താ പ്രശ്നം? ഈ കൊളോയിഡ് വേറൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അങ്ങ് കുറയും. അങ്ങനെ ഇന്ററാക്ട് ചെയ്താലേ ഇവർ കൂടി ചേർന്ന് എന്തായിട്ട് മാറത്തുള്ളൂ? കൊയാഗുലേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പൊ അതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇനി എന്താണ് സീറ്റ പൊട്ടൻഷ്യൽ? അതാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ്. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. നമ്മളതിനെ EDL എന്ന് വിളിക്കും. EDL, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇതിനിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഓപ്പോസിറ്റ് ചാർജ് ആ രണ്ട് ലെയറും, ഡിഫ്യൂസ് ലെയറും പിന്നെ അതിനൊക്കെ തന്നെ സ്റ്റേൺ ലെയറും ഓപ്പോസിറ്റ് ചാർജാ. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സീറ്റ പൊട്ടൻഷ്യൽ. സീറ്റ പൊട്ടൻഷ്യൽ. ഇനി ഇത് കൂടിയാൽ എന്താ അർത്ഥം? ചാർജ് സെപ്പറേഷൻ കൂടുതലാണെന്നാ.
ഈ പോസിറ്റീവ് നെഗറ്റീവിന് ഇടയ്ക്കുള്ള ആ ഒരു പൊട്ടൻഷ്യലാണ് സീറ്റ പൊട്ടൻഷ്യൽ. അത് കൂടുതലിനർത്ഥം പോസിറ്റീവിന്റെ നെഗറ്റീവിന്റെ ചാർജ് സെപ്പറേഷൻ കൂടുതലാണെന്നാണ്. സോ സീറ്റ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ചാർജ് സെപ്പറേഷൻ കൂടുതലായിരിക്കും. ചാർജ് സെപ്പറേഷൻ കൂടുതലാണെങ്കിൽ അവർ അത്രത്തോളം ചാർജിലാണ്, അത്രത്തോളം സ്ട്രോങ് ലെയർ ആണ്. സോ അവരൊരിക്കലും കൊയാഗുലേറ്റ് ചെയ്യില്ല. ക്ലിയർ ആണ്. ഈ 3 ഫാക്ടേഴ്സുമാണ് മെയിൻ ആയിട്ടും ഇവർ കൊയാഗുലേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറാതെ കൊളോയിഡായിട്ട് തന്നെ ഇരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ചാർജ്, ബ്രൗണിയൻ മൂവ്മെന്റ്, സെറ്റിൽ ഡൗൺ തടയുന്നുണ്ട്. 3 സീറ്റ പൊട്ടൻഷ്യൽ. ഇനി ഈ സീറ്റ പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ലെയറിലെ ചാർജ് സെപ്പറേഷൻ കുറവാണെന്ന് അർത്ഥം. സോ എപ്പോഴാ കൊയാഗുലേഷൻ നടക്കുന്നതെന്ന് അറിയാമോ? സീറ്റ പൊട്ടൻഷ്യൽ കുറയുന്നു. സീറ്റ പൊട്ടൻഷ്യൽ കുറയുമ്പോൾ അതിനർത്ഥം അവർ ചാർജ് സെപ്പറേഷൻ അവിടെ കുറഞ്ഞു. അതുവഴി പാർട്ടിക്കിൾസ് കുറച്ചും കൂടെ അടുത്തടുത്ത് വരും. കാരണം ചാർജ് സെപ്പറേഷൻ കുറഞ്ഞു, അപ്പോൾ പാർട്ടിക്കിൾസിന് അടുത്തടുത്ത് വരാൻ പറ്റും. അടുത്തടുത്ത് വരുമ്പോൾ അവർ വാൻഡർവാൾ ഫോഴ്സ് വഴി, അതായത് നമ്മളുടെ മോളിക്കുലാർ ഫോഴ്സുകളില്ലേ, ഡൈപ്പോളോ, അയോൺ ഡൈപ്പോളോ, ഇൻഡ്യൂസ് ഡൈപ്പോളോ, ഏതെങ്കിലും രീതിയിൽ ഇവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. ഓക്കെ, പാർട്ടിക്കിൾ അഗ്രിഗേറ്റ് ടു ലാർജർ ഫ്ലോക്സ്. പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു, അഗ്രിഗേറ്റ് ചെയ്യുന്നു. കൊളോയിഡ് ബിക്കം അൺസ്റ്റേബിൾ ആൻഡ് സെറ്റിൽ ഡൗൺ. കൊളോയിഡ് അൺസ്റ്റേബിൾ ആകുന്നു, സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. ഇതാണ് കൊയാഗുലേഷൻ. സോ കൊയാഗുലേഷൻ എന്ന് പറയുന്ന കൊളോയിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. കൊളോയിഡ്സ് കൂടിച്ചേർന്ന് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്ന? കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്ന. ആദ്യം സീറ്റ പൊട്ടൻഷ്യൽ കുറയുന്നു, പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുന്നു, അവർ അഗ്രിഗേറ്റ് ചെയ്യുന്നു, കൂടിച്ചേരുന്നു, കൊളോയിഡായിട്ട് മാറുന്നു, കൂടിച്ചേരുന്നു, അൺസ്റ്റേബിൾ ആകുന്നു, കൊളോയിഡ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ഇനി കോസസ്. അഡിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ കൂടിച്ചേരാനുള്ള പോസിബിലിറ്റി വരും. 2 ഹീറ്റിംഗ്, ചൂടാക്കുന്നു. 3 മിക്സിംഗ് വിത്ത് ഓപ്പോസിറ്റ് ചാർജുള്ള കൊളോയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്. 4 pH ചേഞ്ച്, pHന് വരുന്ന വ്യത്യാസങ്ങൾ. സോ ഇതൊക്കെയാണ് ഒരു കൊളോയിഡിനെ മെയിൻ ആയിട്ടും സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് കൊയാഗുലേഷൻ. ഇതും കൊളോയിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ടിൻഡാൽ എഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെന്റ്, കൊയാഗുലേഷൻ. നെക്സ്റ്റ് ഹാർഡി-ഷേർസ് റൂളാണ്. ഒരു കൊയാഗുലേഷനുമായിട്ട് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂളാണ്. നമ്മൾ പറഞ്ഞു ഈ കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്, ഈ കൊളോയിഡ് നമുക്ക് അവിടെ ഉണ്ട്, അത് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയാണ്, എനിക്കിതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കണം. അതായത് കൂടി ചേർന്ന് പ്രസിപ്പിറ്റേറ്റ് ആക്കണം. കൊളോയിഡ്സ് എല്ലാം കൂടെ കൂടി ചേർന്ന് പ്രസിപ്പിറ്റേറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനെ ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞാൽ? ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യണം, അല്ലെ? അഡിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുമ്പോൾ അവർ കൊയാഗുലേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറിക്കോളും. സോ ഞാൻ ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യാൻ പോവാം. ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യുന്നു അത് നമുക്ക് പറഞ്ഞു തരുന്ന റൂളാണ് ഹാർഡി-ഷേർസ് റൂൾ. റൂള് പറയുന്നത് കൊയാഗുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത്, കൊയാഗുലേഷന്റെ പവർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് കൂടുന്തോറും നമ്മൾ ഇലക്ട്രോലൈറ്റിനല്ലേ ആഡ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ ചാർജ് ഉള്ള ആളിനെയാണ് നിങ്ങൾ ഇപ്പൊ A+, ഇതിനെ ഞാൻ നമ്മുടെ കൊളോയിഡിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ A+ന്റെ ഇലക്ട്രോലൈറ്റിന്റെ പ്രസൻസ് മൂലം അത് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കണം, അല്ലേ? പറഞ്ഞു നമ്മളെന്താ? മിക്സിംഗ് വിത്ത് ഓപ്പോസിറ്റ് ചാർജ് കൊളോയിഡ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ചാർജ്. ഓക്കെ, അവരാണ് കൂടിച്ചേരുന്നത്. സോ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹാർഡി-ഷേർസ് റൂൾ പറയുന്നത് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കുന്നു അതെന്ന് പറയുന്നത് അതിന്റെ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചാർജ് കൂടുന്തോറും കൊയാഗുലേഷൻ പവറും കൂടും. സോ നമ്മുടെ കൊയാഗുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആണ്. ടൈസ്റ്റ് എണ്ണം നോക്കണ്ട, ചാർജ് ആണ്. ഹൈലി ചാർജ്ഡ് അയോൺസ് ആയിരിക്കും മോസ്റ്റ് എഫക്റ്റീവ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് കുറെ ആൾക്കാരെ തന്നിരിക്കുക, എന്നിട്ട് ചോദിക്കുകയാണ് ഇതിൽ ആരാണ് കൊയാഗുലേറ്റ് പെട്ടെന്ന് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയണം ഹാർഡി-ഷേർസ് റൂൾ അനുസരിച്ച് ചാർജ് കൂടിയ ആൾക്കാരായിരിക്കും പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യുന്നത്. ചാർജ് കൂടിയ ആളാരാണെന്ന് നോക്കുക. ചാർജ് കൂടിയ ആൾക്കാർക്ക് പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് കൊളോയിഡ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നെഗറ്റീവ് കൊളോയിഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ആരെയാ? പോസിറ്റീവ് ആയിട്ടുള്ള ആളെ ആയിരിക്കണം. എടുത്തേക്ക് നോക്കിക്കേ, AlCl3 ആരൊക്കെ ഉണ്ട്? Al3+ ഉണ്ട്, Cl- ഉണ്ട്, ശരിയല്ലേ? രണ്ടാമത്തത് ബേരിയം ക്ലോറൈഡ് BaCl2 ആരൊക്കെ ഉണ്ട്? Ba2+ ഉണ്ട്, Cl- ഉണ്ട്, കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ ആരാ? NaCl ആരൊക്കെ ഉണ്ട്? Na+ ഉണ്ട്, Cl- ഉണ്ട്. ഇനി നോക്കിയിട്ട് പറ, ഏതാ നമ്മൾ എടുക്കുന്ന? നെഗറ്റീവ് കൊളോയിഡ്. ആരെയും നമുക്ക് വേണ്ട? പോസിറ്റീവ് ആയിട്ടുള്ള ആളെ. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ
Al3+ ഉണ്ട്, Barium2+ ഉണ്ട്, Na+ ഉണ്ട്. ഇതിൽ ആരായിരിക്കും നല്ലോണം കൊയാഗുലേറ്റ് ചെയ്യുന്ന? ഹാർഡിഷേഴ്സ് ഉള്ള അനുസരിച്ച് കൊയാഗുലേറ്റിംഗ് പവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. ചാർജ് കൂടിയ ആളാരാ? Al3+. സോ Al3+ ആയിരിക്കും സ്ട്രോങ് ആയിട്ട് കൊയാഗുലേറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് കൊളോയിഡ് ആണ്. പോസിറ്റീവ് കൊളോയിഡ് ആണെങ്കിൽ എടുക്കുന്നത് നെഗറ്റീവ് ചാർജ്. ഇതാ ഇവിടെ 3- ആണ് ചാർജ്, ഇവിടെ 2-, ഇവിടെ -1. ചാർജ് കൂടുതൽ 3-. സോ 3- ആയിരിക്കും പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഹാർഡി-ഷേഴ്സ് റൂൾ. ക്ലിയർ ആണേ? ബ്രൗണിയൻ മൂവ്മെന്റ്, ടിൻഡാൽ എഫക്റ്റ്, കൊയാഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹാർഡി-ഷേഴ്സ് റൂൾ.